നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26 ചൊവ്വാഴ്ച, അനിഴം നക്ഷത്രം. ഇന്നത്തെ ദിവസത്തിന് പല പ്രത്യേകതകളുമുണ്ട്. ഗുരുവായൂർ ആറാട്ടിൻ്റെ ദിവസമാണെന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക. അനിഴം നക്ഷത്രം ഇന്ന് ചൊവ്വാഴ്ച പിറന്നാളായിട്ട് വരുന്നതുകൊണ്ട് വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഈ വർഷം ചെറിയ നേട്ടങ്ങൾ മാത്രം പ്രതീക്ഷിക്കുക. പുതിയ ബിസിനസ് പ്രോജക്ട്സിനൊന്നും നല്ലൊരു വർഷമല്ല എന്നുള്ള കാര്യം അറിയുക. പഴയ ബാധ്യതകളൊക്കെ അല്പമൊന്ന് കുറയ്ക്കുവാൻ കഴിയും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി വ്യാഴപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് എന്നുള്ള കാര്യം അറിയാം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദൈവാധീനം വന്നു ചേരും. അതുകൊണ്ട് തന്നെ 2019 നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി രാശിഫലം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വിവാഹകാര്യങ്ങൾക്ക് തരക്കേടില്ലാത്തൊരു ദിവസമാണ്. യോജിച്ച രീതിയിലുള്ള വിവാഹാലോചന വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. എന്നാൽ തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അധിക പണച്ചെലവുള്ള ദിവസമാണ്. എന്നാൽ ചെറിയ കച്ചവടം നടത്തുന്നവർക്ക് ലാഭം ഇന്ന് പ്രതീക്ഷിക്കാം. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ദൂരെ യാത്ര കാണുന്നു. യാത്ര കൊണ്ട് നേട്ടങ്ങളും കാണുന്നുണ്ട്. ലാഭം എന്ന് പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് പ്രോജക്ട്സ് ഒക്കെ വന്നു ചേരുന്ന ദിവസമാണെന്നും പ്രത്യേകിച്ചറിയുക. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. അല്പം ഒരു കാര്യ തടസ്സം കാണുന്നു ദിവസത്തിൻ്റെ ആദ്യ ഭാഗം. ദിവസം മുന്നോട്ട് പോകുന്തോറും ലാഭം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. സാമ്പത്തിക നേട്ടവും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. സാമ്പത്തിക നേട്ടം കാണുന്നു എന്ന് മാത്രമല്ല, പൊതുവെയുള്ള കാര്യങ്ങളിൽ അനുകൂല ഭാവം വരുന്ന ഒരു ദിവസമാണ്. ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉണ്ട് വിദ്യാർത്ഥികൾക്ക് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ദൂരദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗവും ഇന്ന് കാണുന്നു. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. വൈകാരികമായി അല്പം ടെൻഷനൊക്കെ കാണുന്നു എങ്കിൽ തന്നെയും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെയുള്ളവർക്കും സാമ്പത്തിക നേട്ടം വരുന്ന ഒരു ദിവസമാണ്. എന്നാലും അധിക പണച്ചെലവ് കൊണ്ട് മെൻ്റൽ ടെൻഷൻ വരാം എന്നുള്ളതാണ്. പുതിയ ബിസിനസ് പ്രോജക്ട്സിന് പറ്റിയൊരു ദിവസമല്ല എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പുതിയ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ജോലിയിൽ പ്രൊമോഷൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്കും ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. വിവാഹകാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത ദിവസമാണെന്നറിയുക. പ്രണയകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവും അകൽച്ചയുമൊക്കെ കുറയുവാനും അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാനും ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഉയർച്ചയുടെ ഒരു ദിവസമാണെന്നും അറിയുക. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാഹനത്തിന് ചെറിയ പ്രയാസങ്ങളോ ഗൃഹത്തിൽ റിപ്പയർ വർക്കോ അത് മോടി പിടിപ്പിക്കുവാനായി അധികം പണം ചെലവാക്കുന്ന ഒരു ദിവസമോ ഒക്കെയാണ് എന്ന് ഗ്രഹസൂചനയിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് അത്യാവശ്യം എന്ന് കാണും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ളതാണ്.
ദൂരയാത്ര കുറയ്ക്കുക. രാത്രികാല സഞ്ചാരവും ഇന്ന് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്ട്സിന് പറ്റിയൊരു ദിവസമല്ല. എന്നാൽ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ, ബന്ധുക്കളുടെ സഹായം ഇവ ലഭിക്കുന്ന ഒരു ദിവസമാണെന്നും അറിയുക. മകരം രാശി. ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുന്നു. ജോയിൻസിനൊക്കെ വേദനയോ വാഹനം കൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയേറെയുള്ള ദിവസമാണെന്നും ഓർത്തിരിക്കുക. പുതിയ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലോൺ ലഭിക്കാനുള്ള യോഗം, ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ചെറിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. എന്നാൽ അധിക പണച്ചെലവും പ്രതീക്ഷിക്കാം. ചെലവിലൊരു നിയന്ത്രണം വേണം. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ പ്രയാസങ്ങളോ അതുവഴി ധനനഷ്ടത്തിനുള്ള സാധ്യതയോ ഉണ്ട്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. മീനം രാശി. പൂരോരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. യാത്ര കൊണ്ട് നേട്ടങ്ങൾ, പ്രയോജനം ഇവ ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. പുതിയ വാഹനം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ടെന്നും അറിയാം. വിദ്യാർത്ഥികൾക്ക് വിദേശ ജോലിയോ അല്ലെങ്കിൽ വിദേശത്ത് വിദ്യാഭ്യാസമോ ഒക്കെ ഒരുങ്ങി വരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക.